അധികാരത്തിന്റെ അമരത്ത് എന്നെന്നും വാഴാമെന്ന ഭരണാധികാരികളുടെ വ്യാമോഹങ്ങൾ തിരുത്തിക്കുറിച്ച ചരിത്രമാണ് ജനാധിപത്യത്തിനുള്ളത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനെയും ചിന്തിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ, വിമർശനങ്ങളുടെയും ജനവിധിയുടെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നോക്കാം. BJPയുടെ നാൾവഴികളും ഇന്നത്തെ തിരിച്ചടികളും. ഏകാധിപത്യത്തിന്റെ നാടുകൾ എണ്ണപ്പെട്ടു എന്ന് അഭിജിത് ദീപ്കെ തുറന്നടിച്ചപ്പോൾ പലരും അതൊരു വെറും രാഷ്ട്രീയ പ്രസ്താവനയായി തള്ളിക്കളഞ്ഞതാവാം. എന്നാൽ അസംഭവ്യം എന്ന് കരുതിയ പലതും ജനാധിപത്യത്തിൽ സംഭവിച്ചു തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ ബാക്കിയാവുന്നത് കേന്ദ്ര ഭരണകൂടത്തിന് മുന്നിലാണ്. ഇനി ഒരു തിരിച്ചുവരവ് മോദി സർക്കാരിന് സാധ്യമാണോ? എങ്ങനെയുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഈ ഭരണം എത്തി നിൽക്കുന്നത്? BJPയുടെ നാൾവഴികളിലേക്കൊന്ന് എത്തി നോക്കിയാലോ. 2 സീറ്റിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അധികാരത്തിലേക്ക് വരുന്ന BJPയുടെ രാഷ്ട്രീയ വളർച്ച ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായിരുന്നു. 1980 ഭാരതീയ ജനസംഘത്തിന്റെ തുടർച്ചയായി ജനതാ പാർട്ടി പിളർന്ന ശേഷം അതിന്റെ ബിൽഡേഴ്സായി വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ BJP രൂപീകൃതമായി. 1984 വലിയ തിരിച്ചടി നേരിട്ടു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് BJPക്ക് അതിന്റെ രൂപീകരണത്തിന് ശേഷം ലോക്സഭയിൽ ലഭിച്ചത്. എന്നാൽ 1990കളിൽ അയോധ്യയിൽ രാമരഥയാത്ര നടക്കുകയും LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ആ രഥയാത്ര BJPയെ ഇന്ത്യയിലുടനീളം ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി വളർത്തുകയുമായിരുന്നു. 96ലും 98ലും വാജ്പേയി 13 ദിവസത്തേക്ക് ഒരു മന്ത്രിസഭയുടെ തലവനായി വരുന്നു. 1999 വാജ്പേയി പൂർണ്ണ കാലാവധി ഭരിക്കുകയും ചെയ്യുന്നു. പാർട്ടി ദേശീയ തലത്തിൽ വളരെ വലിയ സ്വീകാര്യത നേടുന്നു. പിന്നീട് മോദി തരംഗം, കോൺഗ്രസിനെതിരെയുള്ള ജനവികാരവും നരേന്ദ്രമോദിയുടെ വികസന നായക ബിംബവും ഇതെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി ആബ്സല്യൂട്ട് മെജോറിറ്റിയോടെ മോദിയുടെ യുഗം ആരംഭിക്കുകയാണ്. അർദ്ധരാത്രിയിലെ PR തന്ത്രങ്ങളും സോഷ്യൽ മീഡിയയിലെ മായക്കാഴ്ചകളും. സംഭവിച്ചത് എന്താണ്? പ്ലാൻ ചെയ്ത സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ട ആയിരുന്നു യഥാർത്ഥത്തിൽ. മോദി ഈ ഒരു CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട മോദിയുടെ ദൃശ്യങ്ങൾ, പലപ്പോഴും ഇൻഫ്ലുവൻസർമാരെ വെച്ച് നടത്തുന്ന അഭിമുഖങ്ങളും യൂത്ത് ഐക്കൺ നിർമ്മിതിയും ഒരു ജനതയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ച എന്നിവ ചർച്ചയാകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വൻകിട PR ഏജൻസികളും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു അജയ്യനായ നേതാവ് എന്ന പരിവേഷം സൃഷ്ടിക്കാൻ വൻതോതിൽ പണമൊഴുക്കുകയായിരുന്നു ഈ ഒരു കേന്ദ്ര സർക്കാർ. സോഷ്യൽ മീഡിയയുടെ വിപരീത ഫലം സംഭവിച്ചു കഴിഞ്ഞു. എന്നെന്നും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാമെന്നത് ഭരണാധികാരികളുടെ തെറ്റായ ധാരണയായിരുന്നു. മാധ്യമങ്ങളെ നിയന്ത്രിച്ചാലും ജനങ്ങളുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലെ തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുമെന്ന കാലം തെളിയിച്ചത് ഇവർ മറന്നുപോയോ? ഇപ്പോൾ ബോധ്യമായി. മോദി ഗവൺമെന്റിന് ഇനി ഒരു തിരിച്ചുവരവുണ്ടോ? ഏകാധിപത്യ പ്രവണതകളും ജനകീയ വിഷയങ്ങളോടുള്ള നിഷേധാത്മകമായ നിലപാടുകളും ഏതൊരു ഗവൺമെന്റിനെയും വലിയൊരു പടുകുഴിയിലേക്ക് തള്ളിയിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ വൻകിട PR തന്ത്രങ്ങൾക്ക് പോലും നിഷ്പ്രഭമാകാനേ കഴിയൂ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടതും വിലക്കയറ്റവും യുവാക്കൾക്കിടയിലെ അമർഷവും ഈ ഗവൺമെന്റിനെ അത്രമേൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അധികാരം ശാശ്വതമല്ലെന്ന തിരിച്ചറിവും ജനകീയ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഏതൊരു വലിയ കോട്ടയും തകർന്നടിയുമെന്ന രാഷ്ട്രീയ സത്യവുമാണ് ഇന്ന് മോദി ഗവൺമെന്റിന് മുന്നിലെ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഈ കാറ്റ് എങ്ങോട്ടാണ്? ജനാധിപത്യത്തിൽ അവസാന വാക്ക് എപ്പോഴും ജനങ്ങളുടേത് മാത്രമാണ്. ഓർക്കുക വല്ലപ്പോഴും.